എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോയിൽ അമേരിക്കയുടെ പ്രസ്താവന എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഓപ്പറേഷൻ ഉണ്ടല്ലോ, ഈ ഒരു ആക്രമണം ഉണ്ടല്ലോ ഇറാന് മേലുള്ളത്, അത് ഒറ്റ ദിവസത്തേക്കുള്ള ആക്രമണമൊന്നുമല്ല, മറിച്ച് ദിവസങ്ങളോളം നീളുമെന്ന് അമേരിക്ക ആദ്യമേ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞതുപോലെ തന്നെ അമേരിക്ക ആ ഒരു ആക്രമണം നീട്ടിക്കൊണ്ടുപോവുകയാണ്. നമ്മൾ ഇന്നലെ രാത്രിയിൽ 11 മണി കഴിഞ്ഞപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതിനുശേഷം ഏതാനും കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ പുറത്തു വന്ന വാർത്ത എന്തെന്നാൽ ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ ലോകത്തെ ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നല്ലേ. അതോടൊപ്പം തന്നെ ഈ ഖമേനിക്കൊപ്പം രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 40 വ്യക്തിത്വങ്ങൾ അവിടുത്തെ രാഷ്ട്രീയത്തിലെ ഉണ്ട്. കമാൻഡർ ഉണ്ട്, അവരുടെ ഈ സൈന്യത്തിൻ്റെ തലവനൊക്കെ ഉണ്ടല്ലോ. അതോടൊപ്പം ഈ ഖമേനിയുടെ മകളുടെ ഭർത്താവ്, കുട്ടിയടക്കം മരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇറാനിലെ ഒരു സ്കൂളിൽ, പെൺകുട്ടികളുടെ സ്കൂളിൽ ഈ ഒരു മിസൈൽ വീണ് 108ഓളം വരുന്ന വ്യക്തികൾ മരിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഭൂരിഭാഗം അല്ലെങ്കിൽ 100 പേരും പെൺകുട്ടികളാണ്, ആ കൊച്ചു കുഞ്ഞുങ്ങളാണ് മരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇറാൻ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം രൂക്ഷമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബഹ്റൈൻ, കുവൈറ്റ്, UAE പലയിടത്തായിട്ട് ആൾക്കാർ താമസിക്കുന്ന ബിൽഡിങ്ങിലൊക്കെ ഇതുപോലുള്ള മിസൈലുകളൊക്കെ വീഴുന്നുണ്ട്. പ്രധാനമായിട്ടും ഡ്രോണുകളാണ് വരുന്നത്, അതായത് സൂയിസൈഡ് ഡ്രോൺസ് ഉണ്ടല്ലോ, അത് വന്ന് ആൾക്കാർ താമസിക്കുന്ന ബിൽഡിങ്ങിലൊക്കെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. കുവൈറ്റ് എയർപോർട്ട് തകർന്നു. അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. പരമോന്നത നേതാവ് ഖമേനി കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത പുറത്തു വന്നപ്പോൾ നിങ്ങൾ ഭൂരിഭാഗം പേരും ശ്രദ്ധിക്കാതെ പോയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഇറാൻ ഗവൺമെൻറ്റിൻ്റെ, ഇറാനിലെ ഉദ്യോഗസ്ഥർ നേരിട്ട് പോയിട്ട് ആ ഒരു സ്ഥലത്ത് പോയിട്ട് ഖമേനിയുടെ ബോഡി, ആ ഒരു മൃതദേഹമുണ്ടല്ലോ, ഭൗതിക ശരീരമുണ്ടല്ലോ, അതിൻ്റെ അവശിഷ്ടങ്ങൾ വീണ്ടെടുത്ത് സ്ഥിരീകരിച്ച് പറയുന്നതിന് മുന്നേ ഇസ്രയേൽ ഈ വാർത്ത പുറത്തുവിടുകയാണ്. ഡൊണാൾഡ് ട്രംപ് ഈ വാർത്ത പുറത്തുവിടുകയാണ്. ഖമേനിയുടെ ബോഡി കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു എന്നും പറഞ്ഞിട്ട്, ഖമേനി കൊല്ലപ്പെട്ടു, ഞങ്ങൾ സ്ഥിരീകരിച്ചു എന്നും പറഞ്ഞിട്ട് ഇസ്രയേലാണ് ആദ്യം പുറത്തുവിട്ടത്. അതിനുശേഷമാണ് ഡൊണാൾഡ് ട്രംപ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നല്ലേ. ഒന്നാലോചിച്ച് നോക്കുക, ഇത് ഗ്രൗണ്ട് യുദ്ധമല്ല, അതായത് ഇസ്രയേലിലെ പട്ടാളക്കാർ ഇങ്ങോട്ട് വന്നിട്ട് ചെയ്യുന്ന യുദ്ധമല്ല, മറിച്ച് ആകാശത്തൂടെയുള്ള മിസൈൽ ആക്രമണമാണ്. ഈ നമ്മുടെ ടെഹ്റാൻ, അതായത് ഇറാൻ്റെ ക്യാപിറ്റലും ഇസ്രായേലിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ടെൽ-അവീവും തമ്മിൽ ഏകദേശം 1500 കിലോമീറ്റർ എയർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ദൂരത്തിരുന്നുകൊണ്ടാണ് ഇറാൻ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ച് പറയുന്നതിന് മുമ്പേ, അതായത് ഇറാൻ്റെ പട്ടാളക്കാരോ മറ്റു ഉദ്യോഗസ്ഥരോ അവിടെ പോയി സ്ഥിരീകരിച്ച് പറയുന്നതിന് മുമ്പേ ഇസ്രായേലും അമേരിക്കയും പറയുകയാണ്. ഇതെങ്ങനെ സാധിച്ചു ചിന്തിച്ചിട്ടുണ്ടോ? അവിടെയാണ് മൊസാദിൻ്റെ കളി. മൊസാദ് എന്ന് പറഞ്ഞാൽ ഇറാനിൽ ഇൻഫിൽട്രേറ്റ് ചെയ്തിരിക്കുന്നത്, നുഴഞ്ഞു കയറിയിരിക്കുന്നത് നിസ്സാരമായിട്ടുള്ള ലെവലല്ല. വർഷം 2021 ഇറാൻ്റെ തന്നെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള മുഹമ്മദ് അഹമ്മദിനജാദ് ഈ മൊസാദിനെ പറ്റി പറഞ്ഞ ഞെട്ടിക്കുന്നൊരു കാര്യമുണ്ട്. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കണം, ഈ ഒരു ആക്രമണത്തെ പറ്റി സംസാരിക്കണം. അതോടൊപ്പം തന്നെ മറ്റൊരു സംഭവം സംഭവിച്ചത് പാകിസ്ഥാനിലാണ്. പാകിസ്ഥാനിലുണ്ടായിരുന്ന അമേരിക്കക്കാരുടെ വെടിയേറ്റ് 10 പാകിസ്ഥാനികൾ മരിക്കുകയാണ്. 30ഓളം പേർക്ക് സാരമായിട്ടും നിസാരമായിട്ടും പരിക്കേറ്റിട്ടുണ്ട്. പാകിസ്ഥാനിൽ എന്താണ് സംഭവിച്ചത്, അതിനെപ്പറ്റി സംസാരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ കാശ്മീരിൽ, ശ്രീനഗറിൽ വലിയ പ്രതിഷേധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഖമേനി മരിച്ച ശേഷം അനുകൂലമായിട്ട് ഒക്കെ വലിയ കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി സംസാരിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നിങ്ങളുടെ ഫീഡിലേക്ക് വരണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ യൂട്യൂബ് അൽഗോരിതം അടുത്തടുത്ത വീഡിയോസ് അല്ലെങ്കിൽ സമാനമായിട്ടുള്ള മറ്റ് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫീഡിലേക്ക് കൊണ്ടുവരത്തുള്ളൂ. ഈ യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ലോകരാഷ്ട്രീയം എത്രത്തോളം അസ്ഥിരമാണ് നമ്മൾ മനസ്സിലാക്കണം. യുദ്ധം അതിർത്തികളിൽ മാത്രമല്ല നടക്കുന്നത്, അതിൻ്റെ ആഘാതം ഇക്കോണമിയെയും മാർക്കറ്റുകളെയും നമ്മളെപ്പോലുള്ള സാധാരണക്കാരൻ്റെ ജീവിതത്തെയും ബാധിക്കുന്നു. ഇതൊരു വലിയ സത്യമാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ജീവിതം പ്രവചനാതീതമാണ്. എപ്പോഴെവിടെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ ഏക വരുമാന സ്രോതസ് നിങ്ങളാണെങ്കിൽ ഇത് കൂടുതൽ ഗൗരവകരമാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി നമുക്കാണെങ്കിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ടേം ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധമാണ്. നമ്മളില്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മുടെ ഫാമിലിക്ക് ലഭിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സേഫ്റ്റി നെറ്റാണിത്. ഇത് കോടിക്കണക്കിന് രൂപയുടെ കവറേജ് നൽകുന്നു. അതുവഴി നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവി സുരക്ഷിതമായിരിക്കും. ജീവിതം പോലെ തന്നെ ഹെൽത്ത് എമർജൻസികളും എപ്പോൾ വേണമെങ്കിലും വരാമല്ലേ. പെട്ടെന്നുണ്ടാകുന്ന ഒരു അസുഖമോ സർജറിയോ വന്നാൽ ഹോസ്പിറ്റൽ ബില്ലുകൾ ലക്ഷങ്ങളും കോടികളും കടക്കാം. മെഡിക്കൽ എമർജൻസീസ് നിങ്ങളുടെ സമ്പാദ്യത്തെ ബാധിക്കുകയും നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ തെറ്റിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുന്നത്. ഇത് നിങ്ങളുടെ മെഡിക്കൽ ബില്ലുകൾ എളുപ്പത്തിൽ കവർ ചെയ്യുന്നു. സത്യത്തിൽ ഇത് വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണിത്. കാരണം നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ ടേം ഇൻഷുറൻസിനും ഹെൽത്ത് ഇൻഷുറൻസിനും GST ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പ്രീമിയത്തിൽ ഏകദേശം 18% എക്സ്ട്രാ ലാഭിക്കാൻ സാധിക്കും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ടേം ആകട്ടെ ഹെൽത്ത് ഇൻഷുറൻസ് ആകട്ടെ, അതിൻ്റെ പ്രീമിയംസ് മാസം വെറും 700 രൂപ മുതൽ 1000 രൂപയിൽ ആരംഭിക്കുന്നു എന്നതാണ്. പക്ഷേ ഇവിടെയാണ് മിക്കവരും കുടുങ്ങിപ്പോകുന്നത്. നിങ്ങൾ ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ 25ലധികം കമ്പനികളും 100 കണക്കിന് പ്ലാനുകളും കാണാം. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യം, എന്തിനൊക്കെ കവറേജ് ഉണ്ട്, ഇതൊക്കെ എങ്ങനെ തിരിച്ചറിയും? അതുകൊണ്ടാണ് സത്യസന്ധമായ സ്പാം ഫ്രീ ഇൻഷുറൻസ് അഡ്വൈസ് നൽകുന്ന ഡിറ്റോ ഇൻഷുറൻസ് ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത്. സെറോദ ബാക്ക്ഡ് കമ്പനിയായ ഡിറ്റോ നിങ്ങളുടെ പേഴ്സണൽ ഇൻഷുറൻസ് ഗൈഡായി പ്രവർത്തിക്കും. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ കൺസൾട്ടേഷൻ, കോളുകൾ, ക്ലെയിം സപ്പോർട്ട്, ഇതെല്ലാം നിങ്ങൾക്ക് 100% ഫ്രീ ആണ്. കൂടാതെ നിങ്ങളുടെ ക്ലെയിം എപ്പോഴെങ്കിലും റിജക്റ്റ് ആയാൽ പേപ്പർ വർക്കുകളുമായിട്ട് നിങ്ങളുടെ ഭാഗത്ത്
ഭാഗത്ത് നിന്ന് ഡിറ്റോ പോരാടം 24/7 ക്ലെയിം സപ്പോർട്ടും ഇവർ നൽകുന്നുണ്ട്. മറ്റ് ഏജന്റുമാരെ പോലെ ഇവർ നിങ്ങളെ വിളിച്ച് ശല്യം ചെയ്യില്ല. നിങ്ങൾക്ക് സൗകര്യപ്രദമായ സമയത്ത് പോളിസി വാങ്ങാം. എനിക്കും എൻ്റെ ഫാമിലിക്കും അനുയോജ്യമായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് തിരഞ്ഞെടുക്കാൻ ഞാൻ ഉപയോഗിച്ചത് ഡിറ്റോയുടെ വെബ്സൈറ്റും കൺസൾട്ടേഷനുമാണ്. നിങ്ങൾക്കും ഇതേ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി ഡിറ്റോയിൽ ഒരു ഫ്രീ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. അതിനു മുമ്പ് ഖമേനിയായി ബന്ധപ്പെട്ടൊരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി. ഞാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. ഞാൻ ഉടനെ പോയിട്ട് അത് വെരിഫൈ ചെയ്തു, സ്ഥിരീകരിച്ചു കേട്ടോ. ഞാൻ എൻ്റെ ജീവിതകാലത്ത് വായിച്ചിട്ടുള്ള എന്നെ ഏറ്റവും കൂടുതൽ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതും ഒരു പുസ്തകത്തിൽ പരസ്യമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. ഇപ്പോൾ കൊല്ലപ്പെട്ടത് ആയത്തുള്ള അലി ഖമേനിയാണ്. അതിനു മുമ്പുണ്ടായിരുന്ന പരമോന്നത നേതാവാണ് ആയത്തുള്ള റൂഹുള്ള ഖമേനി. പുള്ളി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് തഹ്രീർ അൽ വസിലാഹ്. അതിൻ്റെ അകത്ത് മാരേജ്, കല്യാണം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസാക്ഷിയോട് തന്നെ ചെയ്യുന്നൊരു ഇതായിരിക്കും. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഷോക്കിംഗ് ആയിട്ടുള്ള സാധനം വായിച്ചിട്ടില്ല. അതിൻ്റെ അകത്ത് പറയുന്ന പ്രകാരം നിങ്ങളുടെ കല്യാണം ടെമ്പററി ആകട്ടെ പെർമനൻ്റ് ആകട്ടെ 9 വയസ്സ്, ആ പെൺകുട്ടിക്ക് 9 വയസ്സ് എത്തുന്നത് വരെ ആ പെൺകുട്ടിയായിട്ട് ഇൻ്റർകോഴ്സ് ചെയ്യരുത്. അതായത് ഇൻ്റർകോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. അതായത് പൂർണ്ണമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത്. മറിച്ച് നിങ്ങൾക്ക് ബാക്കി ഈ കാമവികാരത്തോടെ എന്തും ചെയ്യാം. അത് മുല കുടിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും കൃത്യമായിട്ട് മുല കുടിക്കുന്ന കുട്ടി എന്ന് വരെ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിഞ്ച് കുട്ടിയോട് നിങ്ങൾക്ക് ഇൻ്റർകോഴ്സ് ഒഴിച്ച് ബാക്കിയുള്ള ലൈംഗിക വികാരത്തോടെ, കാമവികാരത്തോടെ നിങ്ങളുടെ ലൈംഗികമായിട്ടുള്ള എൻജോയ്മെൻ്റ് ഉണ്ടല്ലോ, അത് മുല കുടിക്കുന്ന ഒരു കുട്ടിയോട് പോലും ആകാമെന്ന് ഒരു പരമോന്നത നേതാവ് പുള്ളിയുടെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. ഇത്രയും ഞാൻ മനസാക്ഷി എന്ന് പറയുന്നതാണ്, ഇത്രയും ഒരു നീചമായിട്ടുള്ള, ഇത്രയും വൃത്തികെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വായിച്ചിട്ടില്ല. ഇതേതെങ്കിലും ഇൻ്റർനെറ്റിലെ മറ്റേ സ്റ്റോറീസിലോ കഥകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലുള്ള പോൺ മാഗസിൻസിലോ എഴുതി വെച്ചിട്ടുള്ള കാര്യമല്ലോ. രാജ്യത്തിൻ്റെ പരമോന്നത നേതാവ് അയാളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. ഇത് പറയണം തോന്നി, അല്ലാതെ എനിക്ക് ഈ വീഡിയോയിലേക്ക് ഒരിക്കലും കടക്കാൻ പറ്റില്ല. എൻ്റെ മനസ്സിലെ വല്ലാതെ അലട്ടിയൊരു കാര്യമാണ്. എന്തായാലും ഇന്നലെ നടന്ന ആക്രമണത്തെ പറ്റി പറയുവാണെങ്കിൽ നിലവിലെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മറ്റേ പുസ്തകം എഴുതിയത് റൂഹുള്ള ഖമേനിയാണ് കേട്ടോ. പക്ഷേ ഫോളോ ചെയ്യുന്ന ഐഡിയോളജീസ് ഒക്കെ സെയിമാണ്. എല്ലാവർക്കും ഒരേ ഇതായിരിക്കും ഉണ്ടാകുക ഈ ഒരു ഖമേനിമാരുടെ നേതൃത്വത്തിൽ. ലൈക്ക് വാട്ട് എവർ, അവർ ഈ ഒരു അമേരിക്ക ആക്രമണം തുടങ്ങിയപ്പോൾ തന്നെ രഹസ്യമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള അവരുടെ താവളങ്ങൾ ഒളിക്കുകയാണ്. ഇവരുടെ ആ ഒരു വസതി ഉണ്ടല്ലോ, അതിന് ബങ്കറുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ മാത്രമായിട്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്, മറിച്ച് 40ഓളം വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടല്ലോ, ലീഡേഴ്സ്, അതുപോലെ തന്നെ ആർമി തലവന്മാരുടെ പേരൊക്കെ ഇവിടെ പുറത്തു വന്നിട്ടുണ്ട്. ഒന്നാമത്തത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥനായിട്ടുള്ള അബ്ദുറഹീം മൂസവി കൊല്ലപ്പെട്ടതായിട്ട് സ്ഥിരീകരണം വന്നിട്ടുണ്ട്. മാത്രമല്ല IDF, അതായത് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഉണ്ടല്ലോ, പറഞ്ഞൊരു കാര്യമുണ്ട്. ആക്രമണം തുടങ്ങി ഒറ്റ മിനിറ്റിൽ, അതായത് മിസൈൽ വന്ന് പതിച്ച് ആദ്യത്തെ ഒറ്റ മിനിറ്റിൽ തന്നെ ഈ ഖമേനി അടക്കമുള്ള 40 പേരെ കൊന്നുവെന്നാണ് പരസ്യമായിട്ട് അവർ പ്രസ്താവന നടത്തി. ഒറ്റ മിനിറ്റിൽ 40 പേരെ കൊന്നു. അതിൻ്റെ അകത്താണ് ഈ പ്രധാനപ്പെട്ട എല്ലാവരും ഉൾപ്പെടുന്നത്. ആക്ച്വലി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 40 കമാൻഡർമാരെയും അതോടൊപ്പം മറ്റ് സീനിയർ ഒഫീഷ്യൽസിനെയും വധിച്ചു എന്നുള്ളതാണ്. മറ്റൊരു മെയിൻ ഉദ്യോഗസ്ഥനാണ് ഇറാൻ പോലീസിൻ്റെ ഇൻ്റലിജൻസ് സെൻറ്റർ കമാൻഡർ ആയിട്ടുള്ള ബ്രിഗേഡിയർ ജനറൽ ഖോലാം റസേനെ കൂടെ വധിച്ചിട്ടുണ്ട്. അപ്പോൾ ആക്രമണം വലിയൊരു രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ പറയുന്നൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ മൊസാദിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ്. അതിനു മുമ്പ് അമേരിക്കയുടെ ഒരു പ്രസ്താവനയെ പറ്റി പറയാം. അമേരിക്കയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വാർ ഉണ്ടല്ലോ, യുദ്ധ വകുപ്പ്, ഇവർ ഔദ്യോഗികമായിട്ടൊരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുകയാണ്. ലിറ്ററലി ഷോക്കിംഗ് ആണ്. ഇന്ന് രാത്രി മുതൽ കൂടുതൽ ഭീകരമായിട്ടുള്ള ആക്രമണം ഇറാനിൽ മിസൈലുകൾ തുടങ്ങുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. എന്താണെന്നറിയാവോ? യഥാർത്ഥ വെടിക്കെട്ട് കാണാൻ പോകുന്നേ ഉള്ളൂ, ലൈറ്റ് ഷോ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ പറയാറില്ല യഥാർത്ഥ വെടിക്കെട്ടിന് വരാൻ പോകുന്നേ ഉള്ളെന്ന്, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പച്ചയ്ക്ക് അമേരിക്കൻ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വാർ യുദ്ധവകുപ്പ് എഴുതിയിടുകയാണ്. അതായത് ഇറാനെ കാത്തിരിക്കുന്നത് വലിയ അപകടമാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം, നിങ്ങൾ അധികം പേര് ശ്രദ്ധിക്കാത്ത മൊസാദിൻ്റെ കളിയാണ്. മൊസാദ് എന്ന് പറഞ്ഞാൽ ഏത് റേഞ്ചാണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവമാണിത്. അതായത് ഖമേനി കൊല്ലപ്പെട്ടു, ഖമേനിയുടെ ഭൗതിക ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തു എന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന ഇസ്രായേലാണ്. ഇസ്രായേലിൻ്റെ ആൾക്കാർ അവിടെ ഇല്ല, ഗ്രൗണ്ട് യുദ്ധമല്ല, പട്ടാളക്കാർ അവിടെ പോയി ആക്രമിക്കുന്നതല്ല, മറിച്ച് 1500 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് മിസൈൽ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇസ്രായേൽ ഇത് കൃത്യമായിട്ട് സ്ഥിരീകരിച്ച് പറഞ്ഞത്? അതായത് ആ ഒരു ഗ്രൗണ്ടിലുള്ള ഇറാനിയൻ പീപ്പിൾ അല്ലെങ്കിൽ ഇറാനിൻ്റെ തന്നെ പല ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുമുണ്ടല്ലോ, ഈ മൊസാദിൻ്റെ ഏജൻസ് ആണ്. ഇതാണ് സത്യം. ഈ മൊസാദിൻ്റെ ഇൻഫിൽട്രേഷൻ, നുഴഞ്ഞു കയറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നതിനും ഒരുപാട് അപ്പുറത്താണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കുറച്ച് നാൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 1.5-2 വർഷം മുമ്പാണ്, ഈ ഹമാസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉപയോഗിച്ച പേജറുകളുണ്ട്. അതായത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ട്രാക്ക് ചെയ്യുമെന്ന് പേടിച്ച് അവർ പേജറുകളാക്കുകയാണ്. റേഡിയോ വേവ്സിലൂടെ പ്രവർത്തിക്കുന്ന ടെക്സ്റ്റ് മെസ്സേജിങ് സംവിധാനമാണ് അതിൻ്റെ അകത്തുള്ളത്. അതിൻ്റെ അകത്ത് ബോംബുകൾ വരികയാണ്. ഇവർക്ക്
എങ്ങനെ ചെയ്തു എന്ന് ഇന്നും വളരെ വ്യക്തമല്ല. അതുമായി ബന്ധപ്പെട്ടൊരു മലയാളിയൊക്കെ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ, അന്ന് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹമാസ് മേടിച്ച പേജറുകളിൽ ബോംബുകൾ വരികയാണ്. അതെങ്ങനെ ട്രിഗർ ചെയ്തു എന്ന് ഇന്നും ആർക്കും അറിയത്തില്ല. അതായത് റേഡിയോ വേവ്സ് അയച്ച് എങ്ങനെ ട്രിഗർ ചെയ്തു ഇന്നും വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു. അതായത് നമ്മൾ സാധാരണ മൊബൈൽ ഫോൺസ് അവിടെ വയ്ക്കുക പാൻറ്റിൻ്റെ പോക്കറ്റിലല്ലേ. അപ്പോൾ ആ പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഇരുന്ന് നല്ല ശക്തമായിട്ട് പൊട്ടിത്തെറിച്ചാൽ ഏത് ഭാഗമായിരിക്കും കൂടുതൽ അഫക്റ്റ് ചെയ്യുക? നമ്മളുടെ പ്രൈവറ്റ് പാർട്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെയായിരുന്നു വീഡിയോസ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഹമാസിൻ്റെ നേതാക്കൾ പച്ചക്കറി മേടിക്കാനൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കുകയാണ്. പലരും കൊല്ലപ്പെട്ടു. പിന്നെ പ്രധാനമായിട്ടും പലരുടെ പ്രൈവറ്റ് പാർട്സ് ഒക്കെ പൊട്ടിച്ചെതറുന്ന, അത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അതിലും വലിയ ക്രൂരത എന്താണ്? അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് മൊസാദിൻ്റെ ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ. ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് സംഭവിക്കുന്നത്. ശരിക്കും ഇവിടെയും ഇറാനിൽ സംഭവിച്ചിട്ടുള്ള അത് തന്നെയാണ്. ഇത് ഞാനല്ല പറയുന്നത്, മറിച്ച് 2021 ഇറാൻ്റെ തന്നെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് അഹമ്മദിനെജാദ് പറഞ്ഞ കാര്യം എന്താണെന്നറിയാവോ? അത് വളരെ ഷോക്കിംഗ് ആണ്. അതോടൊപ്പം തന്നെ ഒരു സിനിമാ കഥയെ വരുന്നൊരു സംഭവമാണ്. അതായത് പണ്ട് ഇറാൻ ഗവൺമെൻറ്റിന് ഈ IRGCക്കൊക്കെ അതുപോലെ തന്നെ ഈ ഒരു ഖമേനിക്കൊക്കെ വിവരം കിട്ടുകയാണ് ഇറാൻ ഗവൺമെൻറ്റിൻ്റെ പല ഉദ്യോഗസ്ഥരും മൊസാദിൻ്റെ ചാരന്മാരാണെന്നുള്ളത്. അങ്ങനെ അവിടെ ഒരു SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിക്കുകയാണ്. ഈ മൊസാദ് ചാരന്മാരെ പൊക്കാൻ വേണ്ടിയുള്ള ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ക്രൈം നടന്നു കഴിഞ്ഞാൽ വലിയൊരു സ്പെഷ്യൽ ടീമിനെ തയ്യാറാക്കുമല്ലേ, അതുപോലെ അവിടെ തയ്യാറാക്കുകയാണ്. പക്ഷേ ഈ മുൻ പ്രസിഡന്റ് പറഞ്ഞ കാര്യം എന്താണെന്നറിയാവോ? ഈ SIT ഉണ്ടല്ലോ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടല്ലോ, അതിൻ്റെ തലവൻ മൊസാദിൻ്റെ ചാരനായിരുന്നു. എന്താ റേഞ്ച് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? മൊസാദിൻ്റെ നുഴഞ്ഞുകയറ്റത്തെ പറ്റി അന്വേഷണം നടത്താൻ രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ തലവൻ മൊസാദിൻ്റെ ചാരനായിരുന്നു. ഇതാണ് മൊസാദിൻ്റെ കളി ഇറാനിൽ നടക്കുന്നത്. അപ്പോൾ ഖമേനിയുടെയും മറ്റ് നേതാക്കളുടെയും എല്ലാ മൂവ്മെൻറ്റ്സ് കൃത്യമായിട്ട് വാച്ച് ചെയ്ത് റിപ്പോർട്ട് ചെയ്യാൻ അവിടെ ആൾക്കാരുണ്ട്. അങ്ങനെയാണ് ഖമേനി കൊല്ലപ്പെട്ടുവെന്ന് ഇറാൻ ഗവൺമെൻറ്, ഇറാൻ്റെ ഭരണകൂടം സ്ഥിരീകരിക്കുന്നതിന് മുന്നേ ഇസ്രായേലും അമേരിക്കയും സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ വായിക്കേണ്ടത്, ഇതിന് ശേഷം ഡൊണാൾഡ് ട്രംപ് ഒരു പോസ്റ്റ് ഇടുകയാണ്. ആ പോസ്റ്റ് നമുക്കൊന്ന് വായിക്കണം. ഖമേനി ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായിട്ടുള്ള വ്യക്തികളിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇത് ഇറാനിലെ ജനങ്ങൾക്ക് ലഭിച്ച നീതി മാത്രമല്ല, മറിച്ച് ഖമേനിയും അയാളുടെ രക്തദാഹികളായിട്ടുള്ള ഗുണ്ടകളും ചേർന്ന് കൊലപ്പെടുത്തിയ, അംഗഭംഗം വരുത്തുകയും ചെയ്ത മഹത്തായ അമേരിക്കൻ ജനതയ്ക്കും ലോകമെമ്പാടുമുള്ള മറ്റ് രാജ്യങ്ങളിലെ ജനതയ്ക്കും കൂടിയുള്ള നീതിയാണ്. നമ്മുടെ ഇന്റലിജൻസിന്റെ അതിനൂതനമായിട്ടുള്ള ട്രാക്കിംഗ് സംവിധാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾക്ക് സാധിച്ചില്ല. ഇസ്രായേലുമായി ചേർന്ന് പ്രവർത്തിച്ചതിനാൽ അയാൾക്കോ അയാൾക്കൊപ്പം കൊല്ലപ്പെട്ട മറ്റ് നേതാക്കൾക്കോ തന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതായത് ട്രംപ് തന്നെ പറയുന്നുണ്ട് ഇസ്രായേലാണ് ഇതിൻ്റെ പിന്നിൽ പ്രധാനമായിട്ടും. കാരണം ഇസ്രായേലിൻ്റെ മൊസാദ് അത്രത്തോളം ആക്റ്റീവാണ് ഇറാൻ ഗവൺമെൻറ്റിൽ ആക്റ്റീവാണ്, ടോപ്പ് ലീഡേഴ്സിൽ ആക്റ്റീവാണ്. അപ്പോൾ ഇത് തന്നെയാണ് ട്രംപ് പരോക്ഷമായിട്ട് സൂചിപ്പിക്കുന്നത്. ഇറാൻ ജനതയ്ക്ക് അവരുടെ രാജ്യം തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണിത്. ഏകദേശം 1-2 മാസം മുമ്പ് ഇറാനിൽ വലിയ ആഭ്യന്തര കലഹമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഇതേ ഖമേനി തന്നെ അവിടുത്തെ ആയിരക്കണക്കിന് വരുന്ന ജനങ്ങളെ അവിടുത്തെ ഫോഴ്സിനെ ഉപയോഗിച്ച് IRGC ഉപയോഗിച്ച് കൊല്ലുകയാണ്. കാരണം ആ ജനങ്ങൾ ഇയാളുടെ ഭരണം കൊണ്ട് മടുത്തു. അവിടെ മൊത്തം പ്രശ്നങ്ങളാണ്, അഴിമതിയാണ്. മാത്രമല്ല അവരെല്ലാവരും പേർഷ്യൻ സംസ്കാരം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഈ പേർഷ്യൻ സംസ്കാരത്തെ തീർത്തും തച്ചുടച്ചുകൊണ്ടാണ് അവിടെ ഒരു ഇസ്ലാമിക വിപ്ലവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല 2022 ആ ഒരു സംഭവം നമുക്കറിയാം. മഹ്സ അമീനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഈ ഒരു മതാചാര പോലീസുണ്ട് അവിടെ, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്, ക്രൂരമായിട്ട് മർദ്ദിച്ച് കൊല്ലുകയാണ്. ആ പെൺകുട്ടി ചെയ്ത കുറ്റം എന്താണ്? ഈ മുടി കുറച്ച് പുറത്ത് കണ്ടു, അത് മാത്രമായിരുന്നു ആ ഒരു പെൺകുട്ടി ചെയ്ത കുറ്റമല്ലേ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാഠമായിട്ടുള്ള നിയമങ്ങൾ അവിടെ കൊണ്ടുവരികയാണ്. പെൺകുട്ടികൾ കൃത്യമായിട്ട് മുടി പോലും പുറത്ത് കാണിക്കാൻ പാടില്ല. മാരേജ്, കല്യാണം കഴിക്കാനുള്ള പ്രായം 9 വയസ്സാക്കി കുറയ്ക്കുകയാണ് പെൺകുട്ടിയുടെ. ഇനി ഡൈവോഴ്സ് ചെയ്യാനുള്ള അധികാരം പെൺകുട്ടികൾക്കുണ്ടാകില്ല, അത് പുരുഷന്മാർക്ക് മാത്രമാണുള്ളത്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് നിയമങ്ങൾ അവിടെ കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ ഈ പേർഷ്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉത്സവങ്ങളുണ്ട്, ഫാർസി, നൗറൂസ് പോലുള്ള ഉത്സവങ്ങളിൽ കൈകടത്തുകയാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഞാൻ ആ പേർഷ്യ വിൽ കം ബാക്ക്, അതായത് പേർഷ്യ തിരിച്ചു വരുമെന്നുള്ള വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഖമേനിമാരുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിന്റെ ക്രൂരതകൾ മടുത്തു തുടങ്ങിയ, അത് സഹിച്ചു മടുത്ത ജനങ്ങൾ പ്രതികരിക്കാൻ തീരുമാനിക്കുകയാണ്. പല സമയങ്ങളിലായിട്ട് അവർ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ആ രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രതികരണം നടന്നത് ഈ ഡിസംബർ അവസാനം മുതൽ ഈ കഴിഞ്ഞ മാസം പകുതി വരെയൊക്കെയായിരുന്നു അല്ലേ. നമ്മൾ കൃത്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 10,000-കണക്കിന് വരുന്ന, നമ്മൾ സത്യത്തിൽ ഞെട്ടിപ്പോയി, 10,000-കണക്കിന് വരുന്ന ഇറാനിലെ യുവതികളും യുവാക്കളും തെരുവിലിറങ്ങുകയാണ്. ഈ ഖമേനിക്ക് മരണം, അതായത് ആ രാജ്യത്തിൻ്റെ പരമോന്നത നേതാവാണല്ലേ, പക്ഷേ 10,000-കണക്കിന് വരുന്ന ആൾക്കാർ ഒരേ സ്വരത്തിൽ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചത് ഖമേനിക്ക് മരണം എന്നുള്ളതാണ്. അവർ ഖമേനിയുടെ ഫോട്ടോ പരസ്യമായിട്ട് ഫ്ലെക്സ്, മണ്ണെണ്ണ ഒഴിച്ച്, പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ വൈറലായിട്ടുള്ള മറ്റൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടി ഖമേനിയുടെ ഒരു ഫോട്ടോ, ആ ഒരു പേപ്പർ ആദ്യം തീയിടുകയാണ്, ആ തീയിൽ നിന്ന് സിഗരറ്റ് കത്തിച്ച് വലിക്കുകയാണ്. അതോടൊപ്പം ഒരുപാട് സ്ത്രീകൾ അവരുടെ തട്ടം ഊരി എറിയുന്നു, തട്ടം കത്തിക്കുന്നു. അതൊക്കെ വലിയ പ്രതീകമായിട്ട് മാറി
മാറിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കണ്ടത് പേർഷ്യൻ കൊടിയാണല്ലോ. പണ്ടത്തെ പേർഷ്യൻ കൊടി എന്ന് പറഞ്ഞാൽ ഒരു സിംഹത്തിൻ്റെ കൊടിയാണ്. അത് പല സ്ഥലങ്ങളിലും ഉയരുന്നു. ആ ഒരു ജനങ്ങളെല്ലാം തന്നെ പേർഷ്യൻ കൊടിയുമായിട്ടാണ് തെരുവിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് പേർഷ്യൻ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അവരുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെ വലിയ പ്രതിഷേധം നടന്നപ്പോൾ ഈ ഖമേനി എന്താണ് ചെയ്തത്? ഈ ഒരു മതാചാര പോലീസിനെയും അവിടുത്തെ IRGC ഉപയോഗിച്ചുകൊണ്ട് ഇവരെല്ലാം അടിച്ചൊതുക്കുകയാണ്, ക്രൂരമായിട്ട് കൊല്ലുകയാണ്. അതിനുശേഷം പുറത്തു വന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പണ്ട് ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ജൂതന്മാരെ കൊന്ന് കൂട്ടിയിട്ടിരിക്കുന്ന പോലെ തന്നെ സ്വന്തം രാജ്യത്തെ പൗരന്മാരെ അവിടുത്തെ നേതാവ് കൊന്ന് ഇതുപോലെ കൂട്ടിയിട്ടിരിക്കുന്നു. ലിറ്ററലി ഞാൻ കണ്ട വീഡിയോ ആണ്. എനിക്ക് യൂട്യൂബിൽ കാണിക്കാൻ പറ്റില്ല, അല്ലാതെ ഞാൻ കാണിച്ചേരെ. നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് ട്വിറ്ററിൽ എക്സിൽ അതിൻ്റെ അകത്ത് തിരഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോസ് എല്ലാം കിട്ടും. അതിൻ്റെ അകത്ത് കാരണം റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, ആർക്ക് എന്ത് വീഡിയോസ് വേണമെങ്കിലും ഇടാമല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തിരഞ്ഞാൽ കിട്ടും. ലിറ്ററലി കൂട്ടിയിട്ടിരിക്കുന്നു. ഒരു രാജ്യം തന്നെ അവിടുത്തെ പൗരന്മാരെ ക്രൂരമായിട്ട് തല്ലിച്ചതച്ച് കൊല്ലുകയാണ്, വെട്ടിവെക്കുകയാണ്, വണ്ടി കയറ്റി കൊല്ലുകയാണ്. ഒരു ആൾക്കൂട്ടത്തിനിടയിലേക്ക് അവിടുത്തെ പോലീസ് വണ്ടി ഓടിച്ച് ഇടിച്ച് കൊല്ലുന്ന വീഡിയോസ് വരെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാജ്യത്ത് വലിയൊരു വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. ഈ ഒരു ഖമേനിയെ കൊല്ലണമെന്ന് പറഞ്ഞു തന്നെയാണ് ഒരുപാട് പേര് തെളിവിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത് ഇറാൻ ജനതയ്ക്ക് അവരുടെ രാജ്യം തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണിതെന്ന്. അതോടൊപ്പം തന്നെ ആ ഒരു വീഡിയോ അവിടെ എന്താണ് സംഭവിച്ചത്, ഇറാൻ്റെ പഴയ ചരിത്രം എന്താണ്, അതിന് മുമ്പുണ്ടായിരുന്ന പേർഷ്യൻ ഐഡൻറ്റിറ്റി എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ മുകളിൽ വരുന്ന ഐ ബട്ടൺ ഞെക്കിയാൽ മതി. ഇനി ട്രംപിൻ്റെ പോസ്റ്റ് ബാക്കി വായിക്കുവാണെങ്കിൽ അവരുടെ IRGC, സൈന്യം, മറ്റ് സുരക്ഷാ പോലീസ് സേനകൾ എന്നിവയിൽ പലരും ഇനി പോരാടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഞങ്ങളിൽ നിന്ന് സംരക്ഷണം തേടുകയാണെന്നും ഞങ്ങൾ കേൾക്കുന്നു. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ അവർക്ക് സംരക്ഷണം ലഭിക്കും, പിന്നീട് പോരാടാൻ നിന്നാൽ അവർക്ക് മരണം മാത്രമേ ലഭിക്കത്തുള്ളൂ. അതായത് ക്ലിയർ ആയിട്ടുള്ള ഒരു വാർണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി വായിക്കാം. IRGCയും പോലീസും സമാധാനപരമായിട്ട് ഇറാനിലെ രാജ്യസ്നേഹികളുമായിട്ട് ഒന്നു ചേരുമെന്നും രാജ്യത്തെ അർഹമായിട്ടുള്ള മഹത്വത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഖമേനിയുടെ മരണം മാത്രമല്ല, വെറും ഒറ്റ ദിവസം കൊണ്ട് ആ രാജ്യം തകർക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് തന്നെ ആ പ്രക്രിയ ഉടൻ ആരംഭിക്കേണ്ടത്, അതായത് ആ രാജ്യത്തെ എല്ലാവരും കൂടെ ചേർന്ന് പഴയൊരു പ്രതാപത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു പ്രക്രിയ ഉടൻ ആരംഭിക്കണമെന്നാണ് ട്രംപ് പറയുന്നത്. എന്നിരുന്നാലും മിഡിൽ ഈസ്റ്റിലും സത്യത്തിൽ ലോകമെമ്പാടും സമാധാനം കൈവരിക്കുക എന്ന ഞങ്ങളുടെ ലക്ഷ്യം തേടുന്നതിനായിട്ട് കനത്തതും കൃത്യവുമായിട്ടുള്ള ബോംബാക്രമണം ഈ ആഴ്ചയിലുടനീളം അല്ലെങ്കിൽ ആവശ്യമുള്ള അത്രയും കാലം തടസ്സമില്ലാതെ തുടരും. കൃത്യമായിട്ട് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞു വയ്ക്കുന്ന എന്താണ്? സമാധാനം കിട്ടുന്നതുവരെ ഞങ്ങൾ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കും. അതുതന്നെയാണ് അമേരിക്കൻ യുദ്ധവകുപ്പ് പറയുന്നത്. പച്ചയ്ക്ക് പറയുകയാണ്, വെടിക്കെട്ട് കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ലൈറ്റ് ഷോ എന്ന വാക്ക് അവർ ഉപയോഗിച്ചിട്ടുണ്ടല്ലേ, നമ്മളുടെ വെടിക്കെട്ട് ആ ഒരു പ്രയോഗം തന്നെയാണ്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ എന്താണ് അവസ്ഥയെന്ന് എനിക്കറിയത്തില്ല. ഇറാന് ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയക്കുന്നുണ്ട്, ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ പൊളിഞ്ഞു വരുന്നുണ്ട്. ഇതുവരെ മരണങ്ങളോ കാര്യങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ടെഹ്റാനും ഇസ്രായേലിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ടെല്ലവീവും തമ്മിലുള്ള ആകാശ ദൂരമില്ലേ, ഇത് ഏകദേശം 1500 കിലോമീറ്ററിന് മുകളിലുണ്ട്. ഇറാൻ്റെ കയ്യിലുള്ള മിസൈലുകൾ ഏറ്റവും ബെസ്റ്റ് മിസൈൽ ഇപ്പോൾ ഏതാ ഉള്ളതെന്ന് നോക്കുകയാണെങ്കിൽ ബാലിസ്റ്റിക് മിസൈലിൻ്റെ കാര്യമാണ് പറയുന്നത്. ഷഹാബ് 3 എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് വേരിയൻ്റ് ആണ്. അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ തന്നെ ഹൈലി ഇമ്പാക്ട്ഫുൾ റേഞ്ച് 1000 മുകളിലാണ്. പരമാവധി 2000 കിലോമീറ്ററൊക്കെ പോകാമെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. പോകുന്നുമുണ്ട്, എന്തായാലും വീഴുന്നുമുണ്ട്. പക്ഷേ അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ശേഷി നിലവിലുള്ളൂ. പക്ഷേ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കയ്യിലുള്ള മിസൈൽസ് എന്നൊക്കെ പറഞ്ഞാൽ ലോകം ചുറ്റി കറങ്ങി അടിക്കാൻ ശേഷിയുള്ള സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ കയ്യിൽ ഒരു ചെകുത്താനുണ്ട്, മറ്റൊന്നുമല്ല B2 സ്റ്റെൽത്ത് ബോംബർ. പണ്ട് ചെയ്തൊരു വീഡിയോയിൽ ഇതിനെ പറ്റിയിട്ടൊരു ഭാഗം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സിറ്റിയെ തന്നെ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയാൻ ശേഷിയുള്ള ഒരു യുദ്ധവിമാനമാണ് അത്. ഭയങ്കര സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെകുത്താൻ എന്ന് തന്നെ വിളിക്കാം, ഒരു കാലൻ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന സാധനമില്ല. അതാണ് ഈ B2 സ്റ്റെൽത്ത് ബോംബറുകൾ. അത് ഭയങ്കര സംഭവമാണ്. അതുപോലെ തന്നെ F-35 അങ്ങനെ കുറേ വിമാനങ്ങളുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചാണ് അമേരിക്ക കുറച്ച് നാൾക്ക് മുമ്പ്, എനിക്കൊന്ന് 8 മാസം മുമ്പും ഇപ്പോഴും ഒക്കെ ബോംബിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറാൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇറാൻ അമേരിക്കയെ നിലവിലൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇറാൻ ഇവിടെയാണെങ്കിൽ അമേരിക്ക നേരെ ആ ഗോളത്തിൻ്റെ ഭൂമിയുടെ അപ്പുറത്താണ്. അമേരിക്കയിലെ വാഷിംഗ്ടണും ഇറാനിലെ ടെഹ്റാനുമായിട്ടുള്ള എയർ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 10,000 കിലോമീറ്റർ ഉണ്ട്. ആ റേഞ്ചിലൊന്നും വെച്ചിട്ട് ഇറാന് നിലവിലൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇറാൻ തൊട്ടടുത്ത രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിലുള്ള ഈ ഒരു അമേരിക്കൻ ബേസുകൾ, അവരുടെ എംബസി ഓഫീസുകളും കാര്യങ്ങളൊക്കെ ആക്രമിക്കുന്നത്. പക്ഷേ ആ ഒരു മിസൈലുകൾ, അതോടൊപ്പം തന്നെ സൂയിസൈഡ് ഡ്രോണുകളൊക്കെ ലക്ഷ്യം തെറ്റിയിട്ട് ആൾക്കാർ താമസിക്കുന്ന ഫ്ലാറ്റിലോട്ടൊക്കെ ഇടിച്ചു കയറുന്ന, അവിടുത്തെ എയർപോർട്ട് തകരുന്ന ഒക്കെ വീഡിയോസ് പുറത്തു വരുന്നുണ്ട്. പക്ഷേ അപകടങ്ങൾ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു മരണം അബുദാബിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു മിസൈലിലെ ചീട് തെറിച്ച് വീണാണ് ആ ഒരു വ്യക്തി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അല്ലാതെ മരണങ്ങളോ മറ്റ് ഗുരുതരമായിട്ടുള്ള പരിക്കുകളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ ഒരു ഗൾഫ് രാജ്യങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മലയാളി റിലേറ്റീവ്സ് ഉണ്ടല്ലോ, നിങ്ങളാരും പേടിക്കേണ്ട. നിലവിൽ എല്ലാ കാര്യങ്ങളും സേഫായിട്ടാണ് പോകുന്നത്. അവിടുത്തെ പോലീസും അവിടുത്തെ ഗവൺമെൻറ്റും ഒക്കെ അവർ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ആകാശത്ത് വെച്ച് തന്നെ പരമാവധി മിസൈലുകൾ തകർക്കുന്നുണ്ട്. അവിടുത്തെ പ്രവാസികളെല്ലാം സുരക്ഷിതരായിട്ട് തന്നെയാണ്
നിലവിലിരിക്കുന്നത്. ഖമേനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന മിക്സഡ് ആയിട്ടുള്ള പ്രതികരണമാണ്. ഒരുപാട് പേര് ആഘോഷിക്കുന്നു, ഒരുപാട് പേര് ഭയങ്കര ദുഃഖാചരണം നടത്തുന്നു, ഒരുപാട് പേര് ന്യൂട്രലായിട്ട് നിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഇറാനിലെ തന്നെ ഒരുപാട് പൗരന്മാർ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. മറ്റ് ഖമേനിയെ സപ്പോർട്ട് ചെയ്യുന്നവർ ഭയങ്കര ദുഃഖം ഒക്കെയാണ് അനുഭവിക്കുന്നത്. 40 ദിവസത്തേക്ക് അവിടുത്തെ ഗവൺമെൻറ് ദുഃഖാചരണം, ഔദ്യോഗികമായിട്ടുള്ള ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി മറ്റ് രാജ്യങ്ങളിലുള്ള ഇറാനിയൻ സ്വദേശികളുണ്ടല്ലോ, അവർ കൊടിയുമെടുത്തിറങ്ങിയ വലിയ ആഘോഷമാണ് തെരുവുകളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലും മറ്റ് റോയിറ്റേഴ്സിൻ്റെ ന്യൂസിലൊക്കെ നോക്കിയാൽ കാണാവുന്ന കാര്യമാണ്. എന്തായാലും അതോടൊപ്പം പാകിസ്ഥാനിൽ സംഭവിച്ചൊരു കാര്യം എന്തെന്നാൽ, പാകിസ്ഥാനിലെ അമേരിക്കൻ എംബസി ഓഫീസ് ഉണ്ടല്ലോ, ഇതിലേക്ക് പാകിസ്ഥാനികൾ, അവിടുത്തെ ചില ഗ്രൂപ്പുകൾ സംഘടിതമായിട്ട് ആക്രമണങ്ങൾ നടത്തുകയാണ്. പാകിസ്ഥാനിൽ പ്രധാനമായിട്ടും 4 US എംബസി ഓഫീസുകളാണുള്ളത്. പ്രധാന എംബസി എന്നുള്ളത് പാകിസ്ഥാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഇസ്ലാമാബാദിലാണ്. പിന്നീട് 3 ചെറിയ ചെറിയ ഓഫീസുകളുണ്ട്. അത് ഡിപ്ലോമാറ്റിക് കോൺസുലേറ്റുകളാണ്. കറാച്ചി, ലാഹോർ, പേഷ്വാർ, ഇവിടെ ചെറിയ ചെറിയ ഡിപ്ലോമാറ്റിക് കോൺസുലേറ്റ് ഓഫീസുകളുമുണ്ട്. ഇതിൽ കറാച്ചിയിലുള്ള ഈ കോൺസുലേറ്റ് ഉണ്ടല്ലോ, അങ്ങോട്ട് ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ആക്രമണമായിട്ട് എത്തുകയാണ്. അവരാ കോമ്പൗണ്ടിലേക്ക് കടന്നു കയറി ഈ ഒരു സ്ഥാപനത്തിൻ്റെ ചില്ലും ഒക്കെ അടിച്ച് പൊളിച്ച് അതിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു വലിയ സംഘർഷാവസ്ഥ അവരവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മളവർക്ക് ഇത് പ്രധാന എംബസി അല്ല, പ്രധാന എംബസി ഇസ്ലാമാബാദിലാണുള്ളത്. ഇത് കറാച്ചിയിലുള്ള അവരുടെ ഒരു ഡിപ്ലോമാറ്റിക് കോൺസുലേറ്റിൻ്റെ ചെറിയൊരു ബിൽഡിംഗ് മാത്രമാണ്. പക്ഷേ അവരറിഞ്ഞിരുന്നില്ല അവിടെ സുരക്ഷയ്ക്കുണ്ടായിരുന്ന ആരാണ്. ഈ പാകിസ്ഥാൻ പോലീസിനെ പോലെ ഒന്നും ചെയ്യാത്ത വ്യക്തികളൊന്നും ആയിരുന്നില്ല, മറിച്ച് US മറീൻ കോപ്സ് ആയിരുന്നു അവിടെ സുരക്ഷയ്ക്കുണ്ടായിരുന്നത്. അവരെന്ത് ചെയ്തു, എന്താടാ ചില്ല് പൊളിക്കുന്ന മോനെ, ഒന്ന് നിർത്തുന്നില്ല. ഇവന്മാർ ചില്ലൊക്കെ പൊളിച്ച് അകത്തോട്ട് ഇവരെ ആക്രമിക്കാനൊക്കെ ഉള്ള രീതിയിൽ കയറുകയാണ്. ഇവരെന്ത് ചെയ്തു, സഹി കെട്ടപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന തോക്കുണ്ടല്ലോ എടുത്ത് വെടിവെക്കുകയാണ്. 10 പാകിസ്ഥാനികൾ ഓൺ ദ സ്പോട്ട് മരിച്ചു വീഴുകയാണ്. 30 പേർക്ക് സാരമായിട്ടും നിസ്സാരമായിട്ടും പരിക്കേൽക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, US മറീൻസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കോൺസുലേറ്റ് ഓഫീസിലേക്ക് പ്രതിഷേധമായിട്ട് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കുന്ന പോലെ പോലീസ് വെറുതെ ലാത്തി ചാർജ് ചെയ്ത് വിടുമെന്നാണോ വിചാരിക്കുന്നത്? ഇല്ല, അവർ വെടിവെച്ചു, അവരുടെ സെൽഫ് ഡിഫൻസിന് വേണ്ടി അവർ വെടിവെച്ചു. ഇപ്പോൾ നമ്മുടെ രാജ്യത്താണെങ്കിൽ സെൽഫ് ഡിഫൻസിൻ്റെ നിയമം ഉണ്ടല്ലേ, അതിന് ലിമിറ്റേഷൻസ് ഇല്ല. നിങ്ങളെ ഒരാൾ ആക്രമിക്കാൻ വരികയാണ്, ഒരു വടിവാളും വെച്ച് വെട്ടാൻ വരികയാണ്, നിങ്ങളെ അയാളെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങളെ നിയമം സംരക്ഷിക്കും. ലിമിറ്റില്ല നിങ്ങളുടെ സെൽഫ് ഡിഫൻസിന്. നിങ്ങളൊരാളെ തല്ലി താഴ്ത്തിടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അയാളെ തലക്കടിക്കാൻ പാടുള്ളൂ, അങ്ങനെ ലിമിറ്റൊന്നും ഇല്ല. അത് തന്നെയാണ് നമ്മുടെ പോലീസുകാരൊക്കെ എൻകൗണ്ടറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ട് അവർ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യുകയാണ്. 10 പേര് ഓൺ ദി സ്പോട്ട് മരിച്ചു വീഴുകയാണ്. പോയപ്പോൾ ആർക്ക് പോയി? അവരുടെ കുടുംബങ്ങൾക്ക് പോയി. ഈ മരിച്ചു വീണവർക്ക് ഇറാൻ ഗവൺമെൻറ് വന്ന് വല്ലതും കൊടുക്കുമോ? എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് അവരുടെ കുടുംബങ്ങൾക്ക് കൊടുക്കുമോ? ആ കുടുംബത്തിന് അത്താണിയാവും ഈ 10 പേരല്ലേ, ഒന്നും കിട്ടില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു UN ഓഫീസ് ഉണ്ടായിരുന്നു, യുണൈറ്റഡ് നേഷൻസിൻ്റെ ഓഫീസ്, അത് തീടുകയാണ്. അവിടെ പിന്നെ UN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പീസ് കീപ്പിംഗ് ആണല്ലോ അവരുടെ മെയിൻ, അതുകൊണ്ട് വെടിവെപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ അമേരിക്കൻ എംബസിയിലൊക്കെ കയറി ചെന്നാലും മറീൻ കോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് വെടിവെച്ചിടാൻ ശേഷിയുള്ളവന്മാരുണ്ടാവും. അവന്മാർ കണ്ണെടുത്ത് വെടിവെക്കുകയാണ്. വളരെ ദാരുണമായിട്ടുള്ള സംഭവമായിപ്പോൾ. എന്തിനത് ചെയ്യുന്നു? അതോടൊപ്പം തന്നെ കാശ്മീരിലെ ശ്രീനഗറിൽ വലിയ ദുഃഖാചരണം ഉണ്ടായിരുന്നു. ഒരു ലാർജ് മാസ് ഓഫ് ആൾക്കാർ തടിച്ചുകൂടുകയാണ്. അതോടൊപ്പം ഒരുപാട് പേര് പൊട്ടിക്കരയുന്ന ഈ ഖമേനിയുടെ ഫ്ലെക്സും ബോർഡും പ്ലക്കാർഡും ഒക്കെ ഉണ്ടായിരുന്നു. അതുമായിട്ട് പൊട്ടിക്കരയുന്ന വീഡിയോസ്, സ്ത്രീകൾ കരയുന്ന വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഭയങ്കരമായിട്ട് ഓടുന്നു, ഒരു ലാത്തി ചാർജൊക്കെ കാണുമ്പോൾ നമ്മൾ ഓടുമല്ലോ, അതുപോലത്തെ ഒരു ഓടുന്ന വീഡിയോസ് ഉണ്ടായിരുന്നു. CRPFൻ്റെ വണ്ടിയൊക്കെ സൈഡിൽ കിടപ്പുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളും ചെറിയ വയലൻസും ഒക്കെ ആയിട്ടാണ് കാശ്മീരിൽ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ ഒരാൾ മരിക്കുമ്പോൾ ദുഃഖാചരണം നടത്തുന്നതിൽ തെറ്റ് പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ലിറ്ററലി നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷേ നിയമപരമായിട്ട് അവർക്ക് അങ്ങനെ ദുഃഖാചരണം നടത്താനുള്ള അവകാശമുണ്ടെങ്കിൽ അത് അവരുടെ പേഴ്സണൽ ചോയ്സായിട്ട് നിൽക്കും. പക്ഷേ ഒരു ആക്രമണത്തിലേക്കോ കാര്യങ്ങളിലേക്കോ പോകാൻ പറ്റില്ല. അത് എപ്പോഴും ഓർക്കുക. നമ്മളെല്ലാം ഇന്ത്യൻ പൗരന്മാർക്കും നിയമത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നിയമം തെറ്റിക്കാതെ പ്രതിഷേധങ്ങൾ നടത്താനും നമ്മളുടെ ദുഃഖം രേഖപ്പെടുത്താനും ദുഃഖാചരണം നടത്താനും ഒത്തുകൂടാനും സമാധാനപരമായിട്ട് ഒത്തുകൂടാനും ഒക്കെയുള്ള അധികാരങ്ങളും അവകാശങ്ങളൊക്കെ ഉണ്ട്. എനിക്കുള്ളതുപോലെ തന്നെ കാശ്മീരിലെ ആ ഒരു ജനങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് അവരുടെ ആ ഒരു ഇതിനെ ഞാൻ മാനിക്കുകയാണ്. മാത്രമല്ല അവർ ഷിയാക്കളാണ്. ഷിയകളുടെ ഒരു പരമോന്നത നേതാവായിട്ടുള്ളൊരു വ്യക്തിയാണ് ആയത്തുള്ള അലി ഖമേനി. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് അത്ര ദുഃഖം ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കാശ്മീരിൽ പോയിട്ടുള്ളവരാണ്. ഒരുപാട് നല്ലവരായിട്ടുള്ള ജനങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്, പ്രത്യേകിച്ച് നമ്മൾ മലയാളികളൊക്കെ ചെയ്യുന്ന കാര്യമാണ്, കാശ്മീരിലെ എല്ലാവരും തീവ്രവാദികൾ. ഒരിക്കലുമല്ല, അവിടെ ഉണ്ട് തീവ്രവാദികളില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ബാക്കിയുള്ള ഒരുപാട് നല്ലവരായിട്ടുള്ള സഹോദരങ്ങൾ കാശ്മീരിലുണ്ട്. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാനവിടെ 10-15 ദിവസമൊക്കെ താമസിച്ചൊരു വ്യക്തിയാണ്. എനിക്ക് ഒരുപാട് പേര് അറിയാം കാശ്മീരികളായിട്ടുള്ളവർ. അവരുടെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഒരുപാട് ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇതൊരു ദുഃഖാചരണം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ടെററിസത്തിൻ്റെ ലേബലൊന്നും ഇതിന് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ ചെയ്യാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ? പിന്നെ തുടക്കത്തിൽ പറഞ്ഞ ഡിറ്റോ ഇൻഷുറൻസിനെ പറ്റി ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എനിക്കും എൻ്റെ ഫാമിലിക്കും അനുയോജ്യമായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ തിരഞ്ഞെടുക്കാൻ ഞാൻ ഉപയോഗിച്ചത് ഡിറ്റോയുടെ വെബ്സൈറ്റും കൺസൾട്ടേഷനുമാണ്. നിങ്ങൾക്കും ഇതേ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തേക്കാം. ആ ലിങ്ക് വഴി ഡിറ്റോയിൽ നിന്ന് ഒരു ഫ്രീ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്.
തീർച്ചയായിട്ടും പരിശോധിച്ച് നോക്കുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.